മയക്കുമരുന്ന് വിപണനത്തിൻ്റെ ഇടത്താവളമായി താമരശ്ശേരി അടിവാരം മേഖല മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന് നമുക്കറിയാവുന്ന വസ്തുതയാണ്. അവിടെ സ്ത്രീകളെപ്പോലും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാഫിയ സംഘം ഇത്തരത്തിൽ MDMA അടക്കം കടത്തി എന്നുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കൂടിയാണ് ഇപ്പോൾ വരുന്നത്. 2025 ജനുവരി 24 ഷിജാസ് എന്ന് പറയുന്ന വ്യക്തിയെ 113 ഗ്രാം MDMAയുമായി പിടികൂടിയിരുന്നു. അയാൾ ഇപ്പോഴും ജയിലിലാണ്. ഇത്തരത്തിൽ മയക്കുമരുന്ന് നൽകി അല്ലെങ്കിൽ വിപണനം നൽകുന്നു എന്നുള്ള വിവരം നൽകിയിരുന്ന യുവതിയാണ് നമുക്കൊപ്പമുള്ളത്. അതോടൊപ്പം തന്നെ അവരെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ വിപണനം നടത്തി എന്നുള്ള വെളിപ്പെടുത്തൽ കൂടിയാണ് അവർ നടത്താൻ പോകുന്നത്. നിങ്ങൾ ഷിജാസുമായി പരിചയപ്പെടുന്നത് എങ്ങനെയാണ്? നല്ല സുഹൃത്തുക്കളായിരുന്നു. ഞാൻ ചെയ്യുന്ന ജോലിയിൽ പ്രൊഡക്റ്റുകൾ ഉണ്ടായിരുന്നു. അത് അവരെ വൈഫിന് വാങ്ങാൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ കോൺടാക്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. 2020 ഡിസംബറോട് കൂടിയിട്ടാണ് ഇവരോട് കോൺടാക്റ്റ് വരുന്നത്. പിന്നെ 2022 ഇയാൾ ഈ ഒരു മേഖലയിലേക്ക് മാറിയിട്ടുണ്ട്. എവിടെ വെച്ചിട്ടാണ് നിങ്ങൾ അവരുമായി വിദേശത്തൊക്കെ പോകുന്ന സമയത്താണോ അത്തരത്തിലുള്ള പരിചയം? അല്ല, ഞാൻ അതിൻ്റെ മുമ്പ് എൻ്റെ നാട്ടുകാരനാണ്. എൻ്റെ കുട്ടിക്കാലം മുതലേ അറിയുന്ന ആളാണ്. 2021 നിങ്ങൾ വിദേശത്ത് പോയിരുന്നില്ലേ? തീർച്ചയായിട്ടും. 2021 ഒക്ടോബറിലാണ് ഞാൻ വിദേശത്ത് പോയത്. 2022 ഏപ്രിലിൽ ഞാൻ നാട്ടിൽ വരികയും ചെയ്തു. അതിന് ശേഷമാണ് ഇയാൾ കൂടുതലായിട്ട് കോണ്ടാക്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. എങ്ങനെയായിരുന്നു നിങ്ങൾ തമ്മിലുള്ള ബന്ധം? സുഹൃത്തുക്കൾ എന്നുള്ള ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ ഫ്ലാറ്റ് എടുത്തിട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എനിക്ക് ഒരു റൂം അയാൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അയാളെ സുഹൃത്തിനെയും കൊണ്ട് വന്ന് നിൽക്കുകയും ഇതാക്കിയൊക്കെ ചെയ്യുന്ന ആ ഒരു പുറത്തുനിന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റൂമായിരുന്നു. നിങ്ങളെടുത്ത വീടാണോ അതോ അവരെടുത്ത വീടാണോ? അല്ല, ഞാനെടുത്ത റൂമിൽ തന്നെ. അയാൾ പുറത്തുനിന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അത് നിങ്ങൾക്ക് പോയി അന്വേഷിച്ചാൽ അറിയാം. ആ രീതിയിലുള്ള ഒരു ബെഡ്റൂമായിരുന്നു ഉണ്ടായിരുന്നത്. അത് അയാൾ യൂസ് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ ഇയാളെ വൈഫിനെ കോൺടാക്ട് ചെയ്ത് ഇങ്ങനെ ഞാൻ പറയണ്ടായിരുന്നു, നിങ്ങൾ ഹസ്ബൻഡ് ഇങ്ങനെ എന്താ പറയുക, അത് 2022 നവംബറിലാണ് ഞാൻ അവരെ വൈഫിനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞത്. ഇങ്ങനെ സിജാസ് ഇങ്ങനെ വന്നിങ്ങനെ ഇവിടെ നിൽക്കുന്നത് എനിക്ക് സേഫല്ല. അതുകൊണ്ട് അവരോട് വിളിച്ച് പറഞ്ഞ സമയത്ത് അവർ പറഞ്ഞു, ആണുങ്ങളാകുമ്പോൾ അങ്ങനെ പല സ്ഥലത്തേക്കും പോകും, അത് എന്താ പറയുക, ഞാൻ നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞവർ. പിന്നെ അവളടുത്ത് പറഞ്ഞിട്ട് പിന്നെ ആ ഒരു കാര്യമില്ല മനസ്സിലായി. അങ്ങനെ അത് ഇവന് ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ടുണ്ടായിരുന്നു. ഇനി ആ ഒരു കാരണമാണോ എന്നെ പിന്നെയും യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് മിസ്യൂസ് ചെയ്തതെന്ന് അറിയില്ല. കാരണം അതിന് ശേഷം ഇവർ തമ്മിൽ കുറച്ച് ബന്ധങ്ങൾ നല്ല രീതിയിലല്ലായിരുന്നു വൈഫായിട്ട്. പിന്നെ ഇപ്പോൾ ഡൈവേഴ്സ് ആയിട്ടുണ്ട് അവരുടെ വൈഫായിട്ട്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരാഴ്ച 1 വീക്ക് അങ്ങനെ ആയിട്ടേ ഉള്ളൂ ഒരു ഡൈവേഴ്സ് ആയിട്ട്. പക്ഷേ കേസ് 2 വർഷത്തോളമായി കൊടുത്തിട്ടുണ്ടായിരുന്നു അവൾ. ഷിജാസുമായി എവിടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് നിങ്ങൾ? ഞാൻ ഒരു പ്രാവശ്യം ആന്ധ്രാപ്രദേശിൽ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ ഡോഗ് സ്ക്വാഡ് ആയിരിക്കും പിടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ലക്കിടി വെച്ചിട്ട്. അന്ന് ഉൽപ്പന്നമുണ്ടായിരുന്നോ കയ്യിൽ? സാധനമൊന്നും അവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചിട്ടില്ല. പക്ഷേ അവന് എന്താ പറയുക, സാധാരണ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ പോലീസിനോടൊക്കെ റിപ്പോർട്ട് കൊടുത്തു എന്നല്ലാതെ അവൻ്റെ അടുത്ത് സാധനമൊന്നും പിടിച്ചിട്ടില്ല. ഇപ്പോൾ 113 ഗ്രാം MDMA പിടികൂടുന്ന സമയത്ത് നിങ്ങൾ നൽകിയ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അവരെ കസ്റ്റഡി എടുത്താണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അന്ന് 200ഓളം ഗ്രാം MDMA കയ്യിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത് എങ്ങനെയാണ് നിങ്ങൾക്ക് ആ വിവരം കിട്ടിയത്? എനിക്ക് അവൻ തന്നെ പറഞ്ഞത്. അവൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ഇവിടെ നാലാമളവ് എന്ന് പറഞ്ഞാൽ അവിടെ റിസോർട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് മുമ്പ് ഒരു താറ് ജീപ്പ് ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. അവരെ സാധനമാണെന്നായിരുന്നു ആദ്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 ദിവസം അവരെ വീട്ടിൽ ഞാൻ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം സാധനം അവന് കിട്ടിയിട്ടുണ്ട്, അവൻ്റെ കയ്യിലുണ്ട്, ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലുണ്ട് എന്നൊക്കെ എനിക്ക് വേണമെങ്കിൽ പോലീസ് റിപ്പോർട്ട് കൊടുത്തോ എന്ന് പറഞ്ഞു എന്നോട്. എനിക്ക് പറ്റുകയാണെങ്കിൽ ഇപ്പം എനിക്ക് കിട്ടിയ ചാൻസാണ്, എനിക്ക് വേണമെങ്കിൽ റിപ്പോർട്ട് കൊടുത്തോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നാണ്. പക്ഷേ അവൻ്റെ അടുത്ത് സാധനം ഉണ്ടോ എന്നെ ആ രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് അവൻ എന്നോട് പറയുന്നത്, എനിക്ക് വേണമെങ്കിൽ പോലീസ് ഇൻഫോം കൊടുത്തോ, പക്ഷേ ഞാൻ രക്ഷപ്പെടും, എനിക്ക് എന്താ പറയുക, എനിക്ക് എന്താ ചെയ്യാൻ പറ്റണമെന്ന് വെച്ചാൽ ചെയ്യാം. അത് എന്നോടുള്ളൊരു ഭീഷണിയായിരുന്നു. പക്ഷേ ആ സാധനം അവൻ്റെ വീട്ടിൽ ഞാൻ ഒരു ദിവസം എന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. 2 ദിവസം അവൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ഇവനെ പിടിക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പ് വരെ ഞാൻ ഒരു 4 ദിവസം അവൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ക്വാണ്ടിറ്റി അവൻ്റെ അടുത്ത് സാധനം കാണുകയും അതിനനുസരിച്ചാണ് ഇപ്പം കൊടുത്തത്. നിങ്ങളെ മറയാക്കി ഈ സാധനങ്ങൾ കടത്തുന്നു എന്ന് എപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത്, തിരിച്ചറിയുന്നത്? അതെന്താ വെച്ചാൽ ആ രീതിക്ക് തന്നെയാണല്ലോ, നൈറ്റ് ടൈമിനല്ലേ യാത്ര ചെയ്യുന്നത്. പിന്നെ എനിക്ക് താല്പര്യം ഇല്ലാണ്ടാണല്ലോ അവനെ കൂട്ടി കൊണ്ടുപോകുന്നത്. കാരണം ആ സമയത്ത് പക്ഷേ നല്ല സ്നേഹം കാണിക്കും, എന്തെങ്കിലും വാങ്ങി തരാതാക്കുക, അത് അല്ലെങ്കിൽ ഇവിടെ പോവാ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്ന് പലതും പറഞ്ഞിട്ടാണ് എന്നെ കൂട്ടുക. പക്ഷേ സാധനം കൈമാറുന്ന സമയത്ത് വണ്ടിയിലേക്ക് ആൾ വരിക അല്ലെങ്കിൽ ഇതാക്കിയൊന്നുമില്ല. ആളെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ആർക്കാണ് കൊടുക്കുന്നതാക്കുന്നത്, കാരണം ബാക്ക് സൈഡിൽ വെച്ചിട്ടാണ് കൊടുക്കുക. കാരണം വണ്ടിയാണ് ഫുൾ കൂളിങ്ങുക. ഇവൻ്റെ വെർണ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാറിലാണ് ഇവന് എന്താ പറയുക മിക്ക സമയത്തും യാത്ര ഉണ്ടാവുക. ആ സമയത്ത് ആ വണ്ടി ഫുൾ കൂളിംഗ് ആണ്, 100ൽ മുകളിലാണ് ഈ കൂളിംഗ് ആയിട്ടാണ് വണ്ടിയുള്ളത്.
പുറത്തേക്കുള്ളത് എന്ന് വെച്ചാൽ ആർക്കാണ് കൊടുക്കുന്നത് എന്താണെന്നുള്ള അറിയില്ല. പക്ഷെ വീട്ടിൽ ഈ റൂമിൽ നിന്ന് അവന് കോൾ ചെയ്യാനാക്കുകയും ചെയ്യുന്നത് അതിനനുസരിച്ചാണ് എനിക്ക് ആര് എന്ത് എന്നുള്ളത് കറക്റ്റാകാൻ പറഞ്ഞു. ആർക്കാണ് ഈ ലഹരി വസ്തുക്കൾ നൽകുന്നതെന്ന് നിങ്ങൾക്കറിയില്ല, പക്ഷേ നൽകുന്നുണ്ട് എന്നറിയാം. അത് നൽകുന്നത് നിങ്ങളെ സാന്നിധ്യത്തിൽ നൽകുന്നത് പോലും നിങ്ങൾ കണ്ടിട്ടുണ്ട്? തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ട്. കാരണം ഇത് സാധനം ഞാൻ റൂമിൽ ഞാൻ കാണുന്നുണ്ടല്ലോ, ഇവൻ്റെ അടുത്ത് കാണുന്നുണ്ട്. ആ സമയത്തൊക്കെ ഇവൻ എന്നോട് പറയാം എനിക്ക് പറ്റണേ ചെയ്യുമെന്ന് പറഞ്ഞാൽ എനിക്ക് ഫോണില്ല പറ്റുന്നത് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ വേറൊരാളെ കോൺടാക്ട് ചെയ്യാനുള്ളൊരു സാഹചര്യം എനിക്ക് ഇവൻ ഉണ്ടാക്കി തരുന്നില്ല. എന്നാലല്ലേ ഞാൻ പറയാൻ പറ്റുള്ളൂ. എന്നിട്ട് ഇന്നെ വീട്ടിൽ നിന്ന് തന്നെ വെറുതെ ഹരാസ് ചെയ്യാണ്. കാരണം എനിക്ക് പറ്റണേ എന്താ വെച്ചാൽ ചെയ്താൽ എനിക്കൊന്നും നടക്കില്ല, ഒന്നും സംഭവിക്കില്ല എന്നുള്ളൊരു ചിന്തയായിരുന്നു. ഒരുമിച്ച് യാത്ര ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ വിപണനം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ വീടുകളിൽ ഏതെങ്കിലും കസ്റ്റമേഴ്സ് വരുന്നതായി നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? വീട്ടിൽ പല സമയത്ത്, പക്ഷെ ആ സമയത്തൊക്കെ ഒരു റൂമിൽ എന്നെ ലോക്ക് ചെയ്തിട്ടാണ് ഇവൻ ഇതൊക്കെ ചെയ്യാൻ പോവുക. കാരണം 4 ബെഡ്റൂമുള്ളൊരു വീടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അത് നിങ്ങൾ അന്വേഷിച്ചാൽ അറിയാം, പുതുപ്പാടി തന്നെയായിരുന്നു ആ വീടുണ്ടായിരുന്നത്. ഒരു റബ്ബർ ആണ് ആ വീടുണ്ടായിരുന്നത്. അപ്പോൾ അവിടേക്ക് ആൾക്കാർ വരുന്നതായിട്ട് എനിക്കറിയാം, കാരണം ഡോഗ് ഉണ്ട് അവിടെ. അപ്പോൾ അതിൻ്റെ സൗണ്ട് കേട്ടാൽ അറിയാം വേറെ ആൾക്കാരുണ്ട്. പക്ഷേ ആ സൗണ്ടൊക്കെ വെച്ചിട്ട് ഞാൻ ഓരോരുത്തരെയും ഞാൻ കറക്റ്റാക്കി. കാരണം എനിക്ക് ആ പരിചയമുള്ള സൗണ്ടായിരിക്കാം, മുമ്പ് ഞാൻ കേട്ട ആ സൗണ്ടായിരിക്കാം. അങ്ങനെ ഓരോരുത്തരെയും ഞാൻ മനസ്സിലാക്കും. ഹിജാസ് പല വീടുകളും വാടകയ്ക്ക് എടുത്തിരുന്നത് നിങ്ങളുടെ പേരിലായിരുന്നു എന്ന് നിങ്ങൾ നേരത്തെ പറയുണ്ടായി. അത്തരത്തിൽ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു? തീർച്ചയായും എൻ്റെ പേരിലാണ് വീടെടുക്കുക. എന്നാലാണല്ലോ ഫാമിലി എന്നുള്ള രൂപത്തിലാക്കിയാനായിട്ട്. പിന്നെ എനിക്കാണെങ്കിൽ വീട് റെൻറ്റിന് എടുക്കാൻ ഞാൻ വേറെ ആയിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കെന്തായാലും വാടകയ്ക്ക് ഒരു വീട് വേണം. അത് ഇയാൾ ഇതിനും കൂടി യൂസ് ചെയ്യുക. നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഷിജാസ് മർദ്ദിക്കുകയോ മറ്റോ ചെയ്തിരുന്നോ? പലതവണ ഇതിനെ എതിരായിട്ട് നിൽക്കുന്നത് കൊണ്ട് എന്നെ പല സമയത്തും എന്നെ മർദ്ദിച്ചിട്ടുണ്ട്. ബീറിൻ്റെ കുപ്പി എടുത്ത് ഞാനായിട്ട് പൊട്ടിച്ചിട്ടൊക്കെ എൻ്റെ കയ്യിൽ മുറിവേൽപ്പിക്കുകയും അതേമാതിരി അല്ലാണ്ട് നെഞ്ചിന് എന്നെ നല്ല തല്ല അവർ. പിന്നെ അവരുടെ അടുത്ത് എന്താ പറയുക വടിവാള് അങ്ങനത്തെ മാരക ആയുധങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് എന്നെ കഴുത്തിന് വരെ വെച്ചിട്ടുണ്ട്. പിന്നെ അതേമാതിരി സൂചി എടുത്തിട്ട് കണ്ണിന് കുത്തിങ്ങാനായിട്ട് ഇതാക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ ധൈര്യത്തോടെ ഞാൻ നിന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ കണ്ണ് കുത്തിയിട്ടില്ല. കുത്തുന്ന മാതിരി ഞാൻ കുത്തുന്നു. അതേമാതിരി ഒരു ലൈറ്റർ ഉണ്ട് ഇയാളുടെ അടുത്ത്, നമ്മൾ സ്വർണ്ണമൊക്കെ ഉരുക്കുന്ന ഒരു സൈസുള്ള, അതെടുത്ത് ഞാനിട്ട് എന്നെ എന്താ പറയുക മേലേക്ക് ഞാൻ പറഞ്ഞു കൊന്നു, പ്രശ്നമല്ല, കൊന്നാൽ തീർന്നല്ലോ. ആ രീതിക്ക് ഞാൻ നിന്ന് കൊടുത്തിട്ടുണ്ട് പല സമയത്തും. കാരണം അത് തീർന്ന് പിന്നെ എനിക്ക് ഇതൊന്നും കണ്ട് ജീവിക്കണ്ടല്ലോ. അതിന് ഞാൻ പല സമയത്തും ഞാൻ അതിന് ഓക്കെ ആയി നിന്ന് കൊടുത്തിട്ടുണ്ട്. കൊല്ലുകയാണെങ്കിൽ കൊല്ല് എന്നുള്ള രീതിയിൽ. ഇപ്പോഴും ഞാൻ എന്താ പറയുക ഈ ന്യൂസൊക്കെ പുറത്ത് വിടുമ്പോൾ എനിക്കറിയാമോ അവന് ഉള്ളിൽ കിടക്കുകയാണെങ്കിലും അവൻ്റെ ഗ്യാങ്ങിനെ എന്നെ എന്തും ചെയ്യാൻ പറ്റും എന്നുള്ളത്. പക്ഷെ എനിക്ക് പേടിയില്ല ഇപ്പോൾ. കാരണം ഇത്രയും ഞാൻ അനുഭവിച്ച് ഇന്നിപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ കുട്ടികളെ പരം ഒരു ദിവസമാണെങ്കിലും എനിക്ക് കഴിയാൻ പറ്റില്ലേ. അതെനിക്ക് ഇല്ലായിരുന്നല്ലോ. 4.5 വർഷം എനിക്കതില്ലായിരുന്നു. എൻ്റെ ഉമ്മ ഇല്ലായിരുന്നു, എൻ്റെ അനിയത്തില്ലായിരുന്നു, കുടുംബവും നാടും ഒന്നുമില്ലായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം ഞാൻ അത് അനുഭവിച്ച് ഇനി ഞാൻ മരിക്കുകയാണെങ്കിൽ മരിച്ചോട്ടെ, പ്രശ്നമല്ല. കെട്ടിയിട്ട് മർദ്ദിച്ചു എന്നടക്കം നിങ്ങൾ നേരത്തെ പറയുന്നുണ്ടായിരുന്നു? അതെ, തീർച്ചയായിട്ടും. കട്ടിലിൻ്റെ കാലിനോ അല്ലെങ്കിൽ ജനലിൻ്റെ കൈക്കൊക്കെ എൻ്റെ കൈയും കാലൊക്കെ കെട്ടിയിടുകയാണ് ചെയ്യുക. അതൊക്കെ അവൻ്റെ എന്താ പറയുക പിടിച്ചു വെച്ച ഫോണിലുണ്ട്. അതിൻ്റെയൊക്കെ റെക്കോർഡ് തന്നെ ഓൻ എടുത്ത് വെക്കും. എന്നിട്ട് അത് ഓൻ്റെ ലഹരി അതാ. കാരണം ഓൻ എന്നെ എത്രത്തോളം ദ്രോഹിക്കാൻ പറ്റുമോ അത്രത്തോളം ദ്രോഹിച്ചിട്ട് അത് വീഡിയോ ആക്കി എടുത്ത് വെക്കും. എന്നിട്ട് അത് പിന്നെ ഒരു നോർമൽ വരുന്ന സമയത്ത് മനുഷ്യൻ്റെ മക്കൾ തന്നെ അല്ലേ എന്നുള്ളത് DADC സെൻ്ററിൽ പോയി വന്നതിന് ശേഷം പറഞ്ഞൊരു വാക്കാണ്. ഈ എന്നെ DADC സെൻ്ററിൽ പോകുന്നതിന് മുമ്പ് എന്നെ കെട്ടിയിട്ട് ഞാൻ ഫുള്ളിലാക്കി വേദനിപ്പിച്ച് ഞാൻ കിടക്കുന്നൊരു വീഡിയോ ഉണ്ടോ എൻ്റെ അടുത്ത്. എന്നിട്ട് ഇതും ഒരു മനുഷ്യൻ്റെ മക്കളല്ലേ എന്ന് ഓനൊരു തോന്നൽ വന്നത് DADC സെൻ്ററിൽ പോയി. എന്നിട്ട് അതിന് ശേഷമാണ് അതിക്രൂരമായിട്ട് എന്നോട് പെരുമാറിയത്. നിങ്ങളാണോ DADC സെൻ്ററിൽ പോയത്? അല്ല, ഞാനല്ല. അവന് DADC സെൻ്ററിൽ 45 ദിവസം കിടന്നിട്ട് വന്ന ആളാണ്. പിന്നെ അതായിരുന്നു ഓനിപ്പോൾ ഇതിന് ശേഷം ഉണ്ടായിരുന്ന ഒരു വലിയൊരു പിടുത്തം. കാരണം എനിക്ക് ഭ്രാന്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഇന്നെ ആരും പിടിക്കില്ല, ഇത് യൂസ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് എനിക്കുണ്ട്. അതുകൊണ്ട് ആ ഒരു ക്വാണ്ടിറ്റിയിൽ അവന് സാധനം വെച്ചാലും പോലീസ് പിടിക്കില്ല. പോലീസ് പിടിച്ചാലും എനിക്ക് പറയാൻ ഉണ്ട്, എനിക്ക് മഞ്ഞക്കാർഡ് ഉണ്ട് എന്നാണ് പറയുക, ഭ്രാന്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന്. അപ്പോൾ ഇത് യൂസ് ചെയ്യാനുള്ളത് ആ ഒരു ഇത് ഉണ്ട് എന്നുള്ളത് ഈ DADC സെൻ്ററിൽ പോയതിൻ്റെ ഒരു ബലമായിരുന്നു. ഈ ഉമ്മയെ വെട്ടിക്കൊന്ന ആഷിഖ് അതോടൊപ്പം തന്നെ യാസിർ യാസിറുമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു. യാസിറുമായിട്ടുള്ള ബന്ധമുണ്ട് എന്നുള്ളത് ഇപ്പം ന്യൂസ് വന്നതിന് ശേഷം അവൻ്റെ സ്പെഷ്യൽ പേര് പറയുന്നത് കേട്ടപ്പോഴാണ് ഈ പേര് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ മുമ്പ് എന്നുള്ളത് മനസ്സിലായത്. ആഷിഖിനെ എനിക്കറിയില്ല, ഇത് അറിയാം. ഇതൊരു ഗ്രൂപ്പായിട്ട് തന്നെയാണ് വർക്ക് ചെയ്തത് അല്ലേ? അതെ, ഇവർ മെയിനായിട്ട് ഒരു സാധനം ഇവരെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ അത് പല സ്ഥലത്തേക്ക് സ്പ്രെഡ് ചെയ്ത് കാണിട്ടാണ് ഇവർ ചെയ്യുന്നത്. ഇത് സാധാരണ രീതിയിൽ താമരശ്ശേരി ഏത് ഭാഗത്തേക്കാണ് എത്തിക്കുന്നത്? അടിവാരം പുതുപ്പാടി മേഖലയിലേക്ക് തന്നെയാണ് എത്തിക്കുന്നത്? അമ്പായത്തോടാണ് മെയിനായിട്ട് ഇവർ യൂസ് ചെയ്യുന്നത്. പിന്നെ പൂനൂർ ഭാഗത്താണ്, പിന്നെ എന്താ പറയുക പുല്ലാഞ്ഞിമാട്
പുല്ലാനിമാട് പൂനൂരിലേക്കൊക്കെ പോകുന്ന ആ റോഡാണ് ഇവർ കൂടുതലും യൂസ് ചെയ്യുന്നത്. പിന്നെ നിരന്തരം ഇങ്ങനെ മർദ്ദിക്കുന്ന ആ ഘട്ടത്തിൽ നിങ്ങൾ പോലീസുകാരൊന്നും വിവരം അറിയിച്ചിരുന്നില്ലേ? ഇല്ല, ഞാനായിട്ട് ഒന്നും പറയാനോ ആക്കാനോ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ. പോലീസ് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അറിയാൻ. പിന്നെ ഇവരെ വൈഫ് ഇവർക്ക് 498 കേസൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവർ സിമ്പിളായിട്ട് നടക്കുന്നത് കണ്ടു. പിന്നെ എൻ്റെ ഉമ്മ കേസ് കൊടുത്തു കഴിഞ്ഞാലും ഞാൻ വീട്ടിലുണ്ടാകുന്ന എൻ്റെ അടുത്ത് ഉണ്ടാകുന്ന സമയത്താണ് ഇവർക്ക് പോലീസ് കോൾ ചെയ്യുക. അപ്പോഴും ഇവനെ സിമ്പിളായിട്ടാണ് കാണുന്നത്. പോലീസിനെയൊക്കെ ഒരു വിലയില്ലാത്ത രീതിയിലാണ് ഇവന് കാണുന്നത്. അപ്പം ഞാൻ എങ്ങനെ പോയി ഇങ്ങനെ ഇൻഫോം കൊടുത്തിട്ടും കാര്യമില്ല. കാരണം ഞാൻ ആ സമയത്ത് തന്നെ ഇവന് തീർക്കും എന്നുള്ളത്, എങ്ങനെയെങ്കിലും എനിക്ക് രക്ഷപ്പെടാൻ വേറെ എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടാവുമോ എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ അവിടെ ജയിച്ചത്. ഇന്നില്ലെങ്കിൽ നാളെ എനിക്ക് രക്ഷപ്പെടാൻ പറ്റും. ആ ഒരു കോൺഫിഡൻറ്റിലാണ് ഞാൻ ഇത്രയും ദിവസം നിന്നത് അവിടെ. വേണ്ടി ചോദിക്കുകയാണ്, വീട്ടിൽ പൂട്ടിയിട്ട നിലയിലായിരുന്നു നിങ്ങളുണ്ടായിരുന്നത്? പൂട്ടിയിട്ടത് എന്ന് വെച്ചാൽ മെയിൻ ഡോർ അവന് എന്താ പറയുക, മെയിൻ ഡോറിൽ ഒരു ഡോബർമാനുണ്ട്. ബെഡ്റൂമിൽ ഒരു ക്യാമറ, ഡൈനിങ് ഹാളിലേക്ക് ഞാൻ ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ ക്യാമറ. പിന്നെ ബാക്കിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അവിടെയും ഒരു ലാബർഡോബ് ഉണ്ടായിരുന്നു. പിന്നെ അത് ലോക്ക് ചെയ്യും അവന്. പല സമയത്തും ഞാൻ ഡോറ് അല്ലാതെ ലോക്ക് തുറക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ പൂട്ടിയിട്ടിട്ടാണ് പോവുക. ലഹരി വസ്തുക്കൾ കടത്തുന്ന ആവശ്യത്തിന് വേണ്ടി മാത്രമായിരുന്നു നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോയത്? അതിന് മാത്രമേ രാത്രി സമയങ്ങളിൽ മാത്രമേ പുറത്തേക്ക് കൊണ്ടുപോകും. അല്ലാത്ത സമയത്ത് ഒരു റൂമുണ്ട്. എൻ്റെ ചെറിയ മോനുണ്ട്, അവൻ ചോദിച്ചിട്ടുണ്ട് അവൻ എങ്ങനെ അത് മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല. ജയിലിൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ ബുദ്ധി എവിടെ എത്തിയെന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. 5 വയസ്സുള്ള സമയത്ത് എന്നോട് മോൻ ചോദിച്ചൊരു കാര്യമുണ്ട്, ഉമ്മച്ചി എങ്ങനെ ജയിലിൽ കിടക്കുന്ന മതി കിടക്കുന്നത്, നമുക്ക് എങ്ങനെ ബോറടിക്കുന്നില്ല. കാരണം ഒരു റൂമിൽ ഞാൻ ഫുൾ ടൈം ആ റൂമിലാണ്. ആ ചെറിയ കുഞ്ഞ് വരെ എന്നോട് ചോദിച്ചൊരു ചോദ്യം ആദ്യ സമയത്ത് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഉമ്മ വിദേശത്തായിരുന്നു. അവിടെ നിന്ന് നാട്ടിൽ വന്നതിന് ശേഷം ഉമ്മ മക്കളെ കൂട്ടിയെന്ന്. എത്ര കാലം നിങ്ങൾ ഇവൻ്റെ അപ്പുറം അവിടെ നിന്നിരുന്നു? 2.5 വർഷത്തോളം നിന്നു. ജയിലിന് സമാനമായ സാഹചര്യത്തിൽ 2.5 വർഷത്തോളം നിന്നു? ഇല്ല, ഒരു 6-7 മാസത്തോളം. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നതെന്ന് വെച്ചാൽ അവന് വേറെയും ലേഡീസുമായിട്ടുള്ള കോണ്ടാക്റ്റ് വന്നതുകൊണ്ട് മെല്ലെ എന്നെ ഒരു ഇതൊക്കെ അവിടുന്ന് വാടക വീട്ടിൽ നിന്ന് ഞാൻ തന്നെ ഓണറോട് പറഞ്ഞതായിരുന്നു, ഇങ്ങനെ ഇവർ ലഹരി യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് മാറേണ്ടി വന്നു. അപ്പോൾ മാറേണ്ടി വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, എൻ്റെ വീട്ടിൽ തന്നെ കയറ്റില്ല, കാരണം ഇവനെ പേടിച്ചിട്ട്. പക്ഷേ ഞാൻ എൻ്റെ വീടിൻ്റെ വരാന്തയിൽ വന്ന് കിടന്ന് കാരണം അവന് എൻ്റെ ഉമ്മ ഉണ്ട് എൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ അവൻ എൻ്റെ അടുത്തേക്ക് വരില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ അവിടെ വന്ന് കിടന്ന്. അങ്ങനെ ഒരാഴ്ചത്തോളം പുറത്ത് കിടന്നപ്പോൾ ഉമ്മ അത്തേറ്റ്. ഈ ലഹരി വസ്തുക്കളുടെ വിപണനത്തിന് അല്ലെങ്കിൽ അത് സ്വന്തമായി കൊണ്ടുപോകുന്നതിനല്ലാതെ നിങ്ങളെ മറ്റേതെങ്കിലും തരത്തിൽ അവർ ഉപയോഗപ്പെടുത്തിയിരുന്നോ? ഇല്ല, വേറെ രീതിയിലും എന്നോട് അങ്ങനെ ഒരു ഇതാക്കിയില്ല. മോശമായിട്ടുള്ള രീതിയിൽ എന്നെ ഇതാക്കുക എന്നൊക്കെ അല്ലാണ്ട് വേറൊന്നും ഇതാക്കിയിട്ടില്ല. പക്ഷേ ഈ രാത്രി കാലങ്ങളിൽ കൊണ്ടുപോകുന്നതും അതേപോലെ തന്നെ ഈ വാടകയ്ക്ക് വീടെടുത്തിങ്ങാനിട്ട് നിർത്തുന്നതും. അതിന് ഇപ്പം ജയിലായതിനു ശേഷം ജയിലിൽ പോയി നിങ്ങൾ കണ്ടിരുന്നോ? കണ്ടിട്ടുണ്ട്, പല സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെയും കൂടി കണ്ടിട്ടുണ്ട്. കാരണം അവൻ എൻ്റെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അവൻ്റെ വണ്ടിൻ്റെ ചാവി എൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ ഏതോ ഗുണ്ടകളെ കൂട്ടിങ്ങാനിട്ട് അവരെ വീട്ടിൽ ചെന്ന് ഭീഷണിപ്പെടുത്തിയെന്നൊക്കെ പറഞ്ഞാനിട്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണെന്ന് ഞാൻ അവനോട് ചോദിച്ച് അവിടെ ജയിലിൽ ചെല്ലുകയും പിന്നെ നീ ഇവിടെ കിടക്കുന്നത് ഞാൻ കാരണം തന്നെയാണ്, ഞാൻ 2.5 വർഷത്തോളം ഞാൻ അനുഭവിച്ചതിനാണ് ഇപ്പോൾ ഞാൻ തന്നെയാണ് ഇത് പിടുത്തം കൊടുത്ത് ഞാനായിട്ട് ഈ ഇവിടെ കിടക്കുന്നത് എന്നുള്ളത് ഇന്നലെ പറയേണ്ടി വരികയും ചെയ്തു. സ്വാഭാവികമായും ഷിജാസ് ഇപ്പോൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങും കുറച്ച് ദിവസം കൊണ്ട് കഴിഞ്ഞാൽ, പേടിയുണ്ടോ? അവന് 90 ദിവസം കഴിഞ്ഞാൽ ഇറങ്ങുമെന്നൊക്കെ അവനും പറയുന്നുണ്ട്. അല്ലെ ഒരു 1 വീക്ക് എന്നെങ്കിലും അവന് പുറത്തിറങ്ങും. ഇറങ്ങുകയാണെങ്കിൽ ഇറങ്ങട്ടെ, കൊല്ലല്ലേ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതിനെനിക്ക് പേടിയില്ല ഇപ്പോൾ. കാരണം 2.5 വർഷത്തോളം ഞാനത് അനുഭവിച്ച ജീവൻ അല്പം ബാക്കിയുള്ളത് ഞാൻ പല രീതിയിൽ എന്താ പറയുക, മക്കളെ ഇപ്പോൾ 2-3 ദിവസം എങ്കിലും ആ രീതിയിൽ 1 മാസത്തോളമായി ഇപ്പോൾ 2 മാസം അവനുള്ളിൽ കിടന്ന് ആ സമയത്ത് എനിക്ക് എൻ്റെ കുടുംബത്തിന് കിട്ടിയിട്ടുണ്ട്. ആ 2 മാസം ജീവിച്ചാൽ മതി എനിക്ക്. ഈ ഷിജാസ് ജയിലിൽ പോയതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഫോൺ കോളുകൾ, ഭീഷണി സന്ദേശങ്ങളോ ലഭിച്ചിരുന്നോ? ഇല്ല, അതൊന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ന്യൂസ് വന്നതിന് ശേഷമാണ് അവന് ഭീഷണിപ്പെടുത്തുന്നത്. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, കൊല്ലല്ലേ, ചെയ്തോട്ടെ. എന്താണ് ഷിജാസ് അവസാനം പറഞ്ഞത്? അവസാനം പറഞ്ഞതെന്ന് വെച്ചാൽ നീ കളിക്ക്. ഞാൻ പറഞ്ഞു ഞാൻ കളിക്കല്ല, ഞാൻ സത്യമാണ് പറയുന്നത്. ആ സത്യം ഞാൻ പുറത്ത് കൊണ്ടുവരും. അതിനിപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും എനിക്ക് പ്രശ്നമല്ല, എന്ത് നിങ്ങൾ ചെയ്യുക, നിങ്ങൾക്ക് പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, പക്ഷേ സത്യം ഞാൻ പുറത്ത് കൊണ്ടുവരും. അത് കൊണ്ടുവന്നിട്ട് എന്ത് വന്നാലും എനിക്ക് പേടിയില്ല. എന്നാലും ഇത്തരം കാര്യങ്ങളിലൊക്കെ കുറേ കൂടി പരിശോധന നടത്തേണ്ടതുണ്ട്. കാരണം താമരശ്ശേരി പുതുപ്പാടി മേഖലകളിലൊക്കെ ഇത്തരത്തിൽ ലഹരി വ്യാപനം വ്യാപകമായി തോതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഓരോ വീടുകളിലേക്ക് പോലും ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ കടന്നു ചെല്ലുകയും അതോടൊപ്പം തന്നെ ഉമ്മമാരെ പോലും വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വെളിപ്പെടുത്തൽ എന്നതും ഏറ്റവും ഗൗരവമുള്ള വിഷയം തന്നെയാണ്. ഷബീർ വടക്കേക്കരയ്ക്കൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.